കൊച്ചി നഗരത്തിലെ തിരക്കേറിയ ഇടപ്പള്ളി റെയിൽവേ അണ്ടർപാസ് മാസങ്ങളായി ഇരുട്ടിൽ വഴിവിളക്കുകൾ തെളിയാത്തത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നു. ഇത് എറണാകുളം ഇടപ്പള്ളിയിലെ റെയിൽവേ അണ്ടർപാസ്. ദേശീയപാതയും അമൃത ആശുപത്രിയും ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ വഴിയിലൂടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് കടന്നുപോകുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഈ പാത ഇരുട്ടിലാണ്. രാത്രികാലങ്ങളിൽ അണ്ടർപാസിനുള്ളിൽ വെളിച്ചമില്ലാത്തത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. റെയിൽവേ ലൈൻ മുറിച്ചു കടന്നുള്ള യാത്ര ഒഴിവാക്കാൻ നിർമ്മിച്ച ഈ പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതായത് പ്രദേശവാസികളെയും രോഗികളുമായി എത്തുന്നവരെയും ഒരുപോലെ വലയ്ക്കുന്നു. അത് രാത്രിയൊക്കെ ഭയങ്കര ഇരുട്ടാണ്. വെട്ടം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് വെക്കണ പോയി ഇതിൻ്റെ അകത്തും ഉണ്ടെങ്കിൽ നല്ലതാണ്. രാത്രി ഇരുട്ടാണ്. നമ്മുടെ കാറിനൊക്കെ പോകണമെങ്കിലും ഉള്ളിലോട്ടൊക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും. 2 വീലേഴ്സിനാണെങ്കിലും ലൈറ്റ് കുറവുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 2021 ഈ അണ്ടർപാസ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്നത്. എന്നാൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തത് മൂലം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇതുവഴിയുള്ള യാത്ര ദുരിതമായി മാറി. രാത്രി ഇത്തിരി പണിയാണ്. പെട്ടെന്ന് ഇരുട്ടത്ത് കാണൂല. പിന്നെ വണ്ടിക്കാർ സിഗ്നൽ മാറിയാലും നിർത്താണ്ട് പോണേന്, അതൊന്ന് നോക്കണം. പിന്നെ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഈ നിസാനും മറ്റേതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോണേന്, അതുകൊണ്ട് ഒന്നുകൂടി ബ്ലോക്കാവും. അണ്ടർപാസിലെ വൈദ്യുതി വിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നും യാത്രാക്ലേശം പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. തൊട്ടടുത്ത് ആശുപത്രി ഉള്ളതുകൊണ്ട് തന്നെ ആംബുലൻസ് പോലെയുള്ള അത്യാവശ്യ വാഹനങ്ങൾ നിരവധിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരമൊരു അന്ധകാരം നിറഞ്ഞ അന്തരീക്ഷം തീർത്തും അപകടമാണ്. അതുകൊണ്ട് അധികാരികൾ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ റോഡ് അപകടങ്ങളുടെ എണ്ണം ഇനിയും കൂടും. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.